നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ശക്തമായ കാറ്റിലും മഴയിലും മുംബൈയിലെ ഘാട്ട്കോപ്പറിൽ കൂറ്റൻ പരസ്യ ബോർഡ് നിലംപതിച്ചുണ്ടായ അപകടത്തിൽ മരണം 8 59 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ അടിയന്തര സഹായം നൽകും. കോർപ്പറേഷന്റെ അനുമതിയില്ലാതെയാണ് ബോർഡ് സ്ഥാപിച്ചതെന്ന് കണ്ടെത്തി. ഈഗോ മീഡിയ എന്ന കമ്പനിയാണ് ബോർഡ് സ്ഥാപിച്ചത്. ബോർഡ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരുന്നു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു. വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത്. ശ്രീനാഥ്, ഈ പരസ്യ ബോർഡ് തന്നെ ഒരു നിയമലംഘനമായിരുന്നു. അതിനുശേഷം ഈ ബോർഡ് മാറ്റണം എന്ന് പറയുന്ന ആ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ആ നിർദ്ദേശം അവഗണിക്കുന്നു. ഇപ്പോൾ ഇത്രയും പേരുടെ മരണത്തിനും നിരവധി പേർക്ക് പരിക്കേൽക്കാനും അത് കാരണമാകുന്നു. ഏത് രീതിയിലുള്ള നടപടി ഉണ്ടാവും? സാധാരണ മുംബൈ കോർപ്പറേഷൻ അനുവദിക്കുന്നതിലും വലിയ ഒരു കൂറ്റൻ ഫ്ലെക്സ് ബോർഡാണ്, കൂറ്റൻ പരസ്യ ബോർഡാണ് ആളുകൾക്ക് മേൽ ഈ വിധം വന്ന് പതിച്ചത്. ഇന്ന് വൈകിട്ട് 4:30 വലിയ കാറ്റുണ്ടായ സമയത്ത് കൂറ്റൻ ബിൽ ബോർഡ് തകർന്ന് വീഴുന്നത്. നിരവധി വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഈ കൂറ്റൻ ബോർഡ് വീഴുന്നത്. അതുകൊണ്ട് അവിടെ വാഹനങ്ങൾ നിരവധി ഉണ്ടായിരുന്നു, ആളുകൾ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ മേലേക്കാണ് ഈ ഫ്ലെക്സ് ബോർഡ്, ഈ വലിയ ബോർഡ് വന്ന് പതിക്കുന്നത്. ഇപ്പോഴും രക്ഷാദൌത്യം ആ മേഖലയിൽ തുടരുകയാണ്. NDRFന്റെ നേതൃത്വത്തിലാണ് ദൌത്യം തുടരുന്നത്. പരിക്കേറ്റവരിൽ ഭൂരിഭാഗം പേരും വലിയ അപകടനിലയില്ലാതെ തന്നെ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ചിലരുടെ നില മാത്രമാണ് അല്പമെങ്കിലും ഗുരുതരമായിട്ടുള്ളത്. ഇപ്പോൾ 8 പേരുടെ മരണം മുംബൈ കോർപ്പറേഷൻ സ്ഥിരീകരിച്ച് നൽകുന്നുണ്ട്. 50-ലേറെ പേർ, ഏതാണ്ട് 60-നോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 67 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് NDRF പറയുന്നുമുണ്ട്. ഇപ്പോൾ ലോഹപാളികളും മറ്റും മുറിച്ചു മാറ്റി വലിയ ക്രെയിനുകൾ എത്തിച്ചുള്ള രക്ഷാദൌത്യമാണ് മേഖലയിൽ നടക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. ധനമന്ത്രി KN ബാലഗോപാൽ ആശുപത്രിയിൽ എന്ന വാർത്തയാണ് വരുന്നത്. അടിയന്തര ചികിത്സയ്ക്കായി അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മന്ത്രി ആൻജിയോപ്ലാസ്റ്റി സർജറിക്ക് വിധേയനാക്കി. ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കനത്ത ചൂടിന് ആശ്വാസമായി കൂടുതൽ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണത്തിന് സാധ്യതയെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഈ വർഷം കാലവർഷം നേരത്തെ എത്തിച്ചേരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. മെയ് 19 കാലവർഷം എത്തിച്ചേരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സാധാരണ മെയ് അവസാന പാദത്തിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കാലവർഷം രൂപം കൊള്ളുക. ഇക്കൊല്ലം മഴ നേരത്തെ എത്തും. കൊടും ചൂടിന് ആശ്വാസമായി അടുത്ത 5 ദിവസം കൂടുതൽ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് 11 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കണ്ണൂർ, കാസർഗോഡ്, കോട്ടയം ജില്ലകളിലൊഴികെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തെക്കൻ തമിഴ്നാട് തീരത്തും കേരള തീരത്തും രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. മുൻപ് പറഞ്ഞ വാർത്തയിലേക്കാണ്. ധനമന്ത്രി KN ബാലഗോപാലിനെ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി AV ജയശങ്കറാണ് ചേരുന്നത്. ജയശങ്കർ, അദ്ദേഹത്തിന് ആൻജിയോപ്ലാസ്റ്റി നടത്തിയെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യനില തൃപ്തികരമെന്നല്ലേ ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത്? ക്രിസ്റ്റീന, ഇന്നാണ് ധനമന്ത്രി KN ബാലഗോപാലിനെ അടിയന്തര ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചത്. മന്ത്രിയുടെ ആൻജിയോപ്ലാസ്റ്റി ചികിത്സ വിജയകരമായി പൂർത്തിയായിട്ടുണ്ട്. മന്ത്രിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. കൃത്യമായ ഇടവേളയ്ക്ക് ശേഷം മന്ത്രി ആശുപത്രിയിൽ നിന്ന് തിരിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ക്രിസ്റ്റീന, ശരി. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു AV ജയശങ്കർ. കോഴിക്കോട് പന്തീരാങ്കാവിൽ നവവധുവിന് ഭർത്തൃവീട്ടിൽ മർദ്ദനമേറ്റ സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി പെൺകുട്ടിയുടെ പിതാവ്. സ്ത്രീധനം നൽകാത്തതിലുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണം. കഴുത്തിൽ കേബിൾ കുരുക്കി മകളെ കൊല്ലാൻ ശ്രമിച്ചെന്നും പിതാവ് ഹരിദാസ് 24നോട് പറഞ്ഞു. കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്താവ് രാഹുലിനെതിരെ പന്തീരാങ്കാവ് പോലീസ് കേസെടുത്തു. ഇന്നലെ വരന്റെ വീട്ടിലെ സൽക്കാരത്തിന് യുവതിയുടെ ബന്ധുക്കൾ എത്തിയപ്പോഴാണ് മർദ്ദന വിവരം അറിയുന്നത്. സംശയരോഗത്തെ തുടർന്നാണ് മർദ്ദനമെന്ന് പോലീസ് പറയുമ്പോഴും സ്ത്രീധനം നൽകാത്തതിലെ വൈരാഗ്യമെന്നാണ് യുവതിയുടെ കുടുംബത്തിന്റെ ആരോപണം. മകൾ നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന് പിതാവ് ഹരിദാസ് പറഞ്ഞു. ഈ മുഴ അവൻ മുഷ്ടി ചുരുട്ടി ഇടിച്ചതാണ്. ആ ഇടി ഇവിടെ മാത്രമല്ല, ഈ തലയുടെ പല ഭാഗത്തും ഇങ്ങനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. അപ്പോൾ തലയ്ക്ക് ഭയങ്കരമായ വേദനയാണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇവൻ
ഈ മൊബൈൽ ചാർജ് ചെയ്യുന്ന ചാർജർ ഉണ്ടല്ലോ, ചാർജറിൻ്റെ ഒരു വയറുണ്ടല്ലോ, ആ വയറ് കഴുത്തി ചുറ്റി വലിച്ച് ഇവളെ കൊല്ലാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. കുടുംബത്തിന്റെ പരാതിയിൽ പന്തീരങ്കാവ് സ്വദേശി രാഹുലിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുത്തു. ഭർത്തൃ വീട്ടിൽ നിന്ന് യുവതിയെ പറവൂരിലെ സ്വന്തം വീട്ടിൽ തിരികെ എത്തിച്ചു. 24 കൊച്ചി. ആലപ്പുഴ കായംകുളത്ത് കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയ 6 പേർക്ക് ശിക്ഷ നൽകി മോട്ടോർ വാഹന വകുപ്പ്. നല്ല നടപ്പിനുള്ള ക്ലാസും പാലിയേറ്റീവ് സെന്ററിൽ സാമൂഹിക സേവനവുമാണ് ശിക്ഷ. പ്രായപൂർത്തിയാകാത്ത ആളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി. കായംകുളം പുനലൂർ റോഡിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 യുവാക്കളുടെ അഭ്യാസ പ്രകടനം. പിന്നിലെ വാഹനത്തിലുണ്ടായിരുന്നവർ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. കായംകുളം എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വൈകിട്ടോടെ വാഹനം കസ്റ്റഡിയിലെടുത്തു. കാറിലുണ്ടായിരുന്ന 7 പേരെയും കസ്റ്റഡിയിലെടുത്തു. പ്രായപൂർത്തിയാകാത്തയാളെ വിട്ടയച്ചു. 6 പേർക്കും നല്ല നടപ്പ് ക്ലാസും പാലിയേറ്റീവ് സെന്ററിൽ സാമൂഹിക സേവനവും ശിക്ഷ വിധിച്ചു. എടപ്പാളിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശീലന കേന്ദ്രത്തിലാണ് നല്ല നടപ്പ് ക്ലാസ്. റോഡ് സുരക്ഷ, വാഹനം ഓടിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, വഴിയാത്രക്കാരോട് കാണിക്കേണ്ട അനുകമ്പ എന്നിവയിലാണ് 3 ദിവസത്തെ ക്ലാസ്. ഇതിനുശേഷം 5 ദിവസം കുറ്റിപ്പുറത്തെ പാലിയേറ്റീവ് സെന്ററിൽ സാമൂഹിക സേവനം നടത്തണം. കഴിഞ്ഞയാഴ്ചയും ഇതേ റോഡിൽ ഒരു സംഘം യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തിയിരുന്നു. ഇവർക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പത്തനാപുരം ഗാന്ധി ഭവനിലും സാമൂഹിക സേവനം ശിക്ഷയായി നൽകിയിരുന്നു. 24 ആലപ്പുഴ. മലപ്പുറത്ത് കുട്ടിയെ കൊണ്ട് ബൈക്ക് ഓടിപ്പിച്ചതിൽ കടുത്ത നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. വിവിധ വകുപ്പുകൾ പ്രകാരം 35,000 രൂപ പിഴയും ഒടുക്കണം. മഞ്ചേരി കിടങ്ങഴി പുലൂർ സ്വദേശിയായ 12 വയസ്സുകാരനാണ് വാഹനം ഓടിച്ചത്. ദൃശ്യങ്ങൾ സഹിതം 24 ആണ് വാർത്ത പുറത്തുവിട്ടത്. മഞ്ചേരി കിടങ്ങഴി സ്വദേശി തൃശൂർ സ്വദേശിയിൽ നിന്ന് വാങ്ങിയ ബൈക്കാണ് പ്രായപൂർത്തിയാകാത്ത മകനെ കൊണ്ട് ഓടിപ്പിച്ചത്. 2 മാസം കഴിഞ്ഞിട്ടും ഓണർഷിപ്പ് മാറ്റിയിരുന്നില്ല. അതുകൊണ്ട് വാഹനം ഇപ്പോഴും ആദ്യ ഉടമയായ തൃശൂർ സ്വദേശിയുടെ പേരിലാണ്. ഏറെ പണിപ്പെട്ടാണ് വാഹനത്തിന്റെ നിലവിലെ ഉടമയെ കണ്ടെത്തിയത്. ബൈക്കിന്റെ രജിസ്ട്രേഷൻ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തതിനു പുറമെ 35,000 രൂപ പിഴയും ഒടുക്കണം. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റേതാണ് നടപടി. പ്രോസിക്യൂഷൻ നടപടികൾക്ക് കൈമാറുന്ന കേസിൽ ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് മുതിർന്നയാളെ പുറകിലിരുത്തി കുട്ടി വണ്ടി ഓടിക്കുന്ന വാർത്ത ദൃശ്യങ്ങൾ സഹിതം 24 പുറത്തുവിട്ടത്. 24 മലപ്പുറം. BJP നേതാവും ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുശീൽ കുമാർ മോദി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ക്യാൻസർ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം, ബീഹാറിന്റെ ഉപമുഖ്യമന്ത്രി, അതേപോലെ തന്നെ ധനമന്ത്രി, GST കൗൺസിലിൽ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ചെയർമാനൊക്കെ ആയിരുന്ന വ്യക്തിയാണ്. ക്യാൻസർ ചികിത്സയിലായിരുന്നതുകൊണ്ട് തന്നെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ മരണം സംഭവിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? മറ്റു വിവരങ്ങൾ? ക്രിസ്റ്റീന, അല്പസമയം മുമ്പാണ് ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സുശീൽ കുമാർ മോദി അന്തരിച്ചത്. പട്നയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. അദ്ദേഹത്തിന് ക്യാൻസർ രോഗബാധയെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് അദ്ദേഹം തന്റെ രോഗബാധയെ കുറിച്ച് വെളിപ്പെടുത്തിയത്. ക്യാൻസർ രോഗബാധിതനായതിനാൽ അനാരോഗ്യത്തെ തുടർന്ന് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു. കുറച്ചു ദിവസങ്ങളായി അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു എന്നാണ് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടേറെ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി ജീവിതം കാലം മുതൽ ആരംഭിച്ച രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹത്തിന്റേത്. പട്ന യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ആരംഭിക്കുന്നത്. തുടർന്ന് ABVP-യുടെയും BJP-യുടെയും അടക്കം നിരവധി പദവികളിൽ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ബീഹാറിലെ ഉപമുഖ്യമന്ത്രി എന്ന നിലയിലാണ് അദ്ദേഹം ഏറെ പ്രശസ്തനായത്. മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് നിതീഷ് കുമാറുമായി മികച്ച ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു. ബീഹാറിൽ ദീർഘകാലം നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിരിക്കെ ഉപമുഖ്യമന്ത്രിയായിരുന്നത് അദ്ദേഹമാണ്. നിതീഷ് കുമാർ 2 തവണ NDA സഖ്യം ഉപേക്ഷിച്ച് RJD-യുമായി ചേർന്ന ഘട്ടത്തിലെല്ലാം തന്നെ
ഈ ചർച്ചകൾക്ക് തിരിച്ചെത്താനുള്ള ചർച്ചകൾക്ക് മുൻകൈയെടുത്തത് സുശീൽ കുമാർ മോദി ആയിരുന്നു. BJP അതിനായി അദ്ദേഹത്തെ ആയിരുന്നു ഉപയോഗിച്ചത്. ഇരുവരും തമ്മിലുള്ള അടുത്ത ബന്ധം അതിനൊരു പ്രധാന കാരണമാണ്. അദ്ദേഹത്തിന് കേരളവുമായും അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ജെസ്സി ജോർജ് മലയാളിയാണ്. മലയാളികളുമായും കേരളവുമായും അടുത്ത ബന്ധം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. ഒട്ടേറെ ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവും ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയും ധനമന്ത്രിയുമൊക്കെ ആയിരുന്ന സുശീൽ കുമാർ മോദി അന്തരിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി. 4ാം ഘട്ടം വിധി എഴുതി രാജ്യം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കനുസരിച്ച് 63.04% പോളിംഗ് ശതമാനം. ഇത് അന്തിമമല്ല. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ബംഗാളിലാണ്. വോട്ടെടുപ്പിനിടെ ബംഗാളിൽ പരക്കെ സംഘർഷവുമുണ്ടായി. കേതുഗ്രാമിൽ ഒരു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ഉത്തർപ്രദേശിൽ BJPക്കെതിരെ സമാജ്വാദി പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇനി 3 ഘട്ട വോട്ടെടുപ്പ് കൂടിയാണ് ബാക്കിയുള്ളത്. 96 മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി. ഉച്ചവരെ മന്ദഗതിയിലായിരുന്നു പോളിംഗ്. പശ്ചിമബംഗാളിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. ബംഗാളിൽ വൈകിട്ട് 5 മണിയോടെ പോളിംഗ് നിരക്ക് 75% പിന്നിട്ടു. ബംഗാളിൽ വോട്ടെടുപ്പിനിടെ വ്യാപക സംഘർഷമുണ്ടായി. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ BJP, CPIM കോൺഗ്രസ് പ്രവർത്തകരുമായി ഏറ്റുമുട്ടി. ഒരു തൃണമൂൽ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ് ദിവസം 1000-ലധികം പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ചത്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി പ്രവർത്തകരെ BJP അംഗങ്ങൾ തടഞ്ഞതായി പരാതി ഉയർന്നു. ലഖിംപൂർ കേരിയിൽ വോട്ടിംഗ് അട്ടിമറിച്ചതായി ആരോപണമുണ്ട്. മധ്യപ്രദേശിൽ ചിലയിടങ്ങളിൽ മഴ വോട്ടെടുപ്പിനെ ബാധിച്ചു. ജമ്മുകശ്മീരിലാണ് ഏറ്റവും കുറവ് പോളിംഗ്. ശ്രീനഗർ മണ്ഡലത്തിലേക്ക് നടന്ന വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. 24 ഡൽഹി. ഇന്ത്യ മുന്നണിയെ രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഴിമതി സാർവത്രികമാക്കുക എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യമെന്ന് പരിഹാസം. ബീഹാറിലെ പട്ന സാഹിബ് ഗുരുദ്വാര സന്ദർശിച്ച പ്രധാനമന്ത്രി വാരാണസിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. ഇന്ത്യ മുന്നണി ജൂൺ 4-ന് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് വാരാണസിയിലെ പ്രധാനമന്ത്രിയുടെ റാലി. 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ബീഹാറിലാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. പട്ന സാഹിബ് ഗുരുദ്വാര സന്ദർശിച്ച പ്രധാനമന്ത്രി പ്രാർത്ഥനാ ചടങ്ങുകളുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ ഇന്ത്യ മുന്നണിയുടെ അടിത്തറ അഴിമതിയാണെന്ന് കുറ്റപ്പെടുത്തിയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. അഗ്നിപഥ് പദ്ധതിയിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ച രാഹുൽ ഗാന്ധി രാജ്യത്ത് 2 തരം ജവാന്മാരെ സൃഷ്ടിച്ചതായി കുറ്റപ്പെടുത്തി. നരേന്ദ്രമോദി ने 2 तरीके के जवान बना दिए. एक जो गरीबों का बेटा होगा, दलितों का, आदिवासियों का, पिछड़ों का, गरीब जनरल कास्ट परिवारों का बेटा होगा, माइनॉरिटी का बेटा होगा, और दूसरा जो अमीर घर का बेटा होगा. അധികാരത്തിലെത്തിയാൽ കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ നൽകുന്ന പദ്ധതി നടപ്പാക്കുമെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി പറഞ്ഞു. വീഡിയോ സന്ദേശത്തിലാണ് സോണിയാഗാന്ധി നിലപാട് വ്യക്തമാക്കിയത്. അതിനിടെ വിദ്വേഷ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. 24 ഡൽഹി. കോഴിക്കോട് കല്ലാച്ചി ജാതിയേരിയിൽ പാർക്കിങ്ങിനെ ചൊല്ലി സംഘർഷം. ഒരാൾക്ക് കുത്തേറ്റു. വളയം സ്വദേശി അമൽ ബാബുവിനാണ് കുത്തേറ്റത്. വിവരങ്ങളുമായി ചേരുന്നത് കോഴിക്കോട് നിന്ന് സമീർ C. മുഹമ്മദാണ്. സമീർ, എപ്പോഴായിരുന്നു ഈ തർക്കം? യുവാവിന് കുത്തേറ്റു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? ക്രിസ്റ്റീന, വാഹനം റോഡിൽ പാർക്ക് ചെയ്തു എന്നാരോപിച്ചാണ് വാക്കേറ്റമുണ്ടായത്. അത് പിന്നീട് സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായത്. കോഴിക്കോട് വളയം ജാതിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാവുകയും ഇതേ തുടർന്ന് യുവാവിനെ കുത്തേൽക്കുന്ന ഒരു ഘട്ടവും ഉണ്ടായത്. വളയം തീക്കുനി സ്വദേശിയായിട്ടുള്ള ചക്കരപ്പാംകണ്ടി അമൽ ബാബു എന്ന 22-കാരനാണ് കുത്തേറ്റിരിക്കുന്നത്. സോളാക്കുപ്പി കൊണ്ടുള്ള കുത്തേറ്റ യുവാവിന്റെ നില ഗുരുതരമാണ്.
രാത്രി 8:30 കൂടിയാണ് ഈ സംഭവം. ഗുരുതരമായ അവസ്ഥയായതിനാൽ തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഈ യുവാവിനെ മാറ്റിയിരിക്കുന്നത്. അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. സംഭവം ഇനിയും കൂടുതൽ സംഘർഷത്തിനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ വളയം പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രാത്രിയും പട്രോളിംഗ് തുടരുമെന്നാണ് SHO അറിയിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു സമീർ സി മുഹമ്മദ്. വടകരയിലെ തർക്കം. RMP നേതാവ് KS ഹരിഹരന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കേസെടുത്ത പോലീസ്. ആക്രമണത്തിനു പിന്നിൽ CPIM DYFI പ്രവർത്തകരെന്ന് FIR. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ KS ഹരിഹരനെതിരെയും പോലീസ് കേസെടുത്തു. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിനു പിന്നാലെ ഇന്നലെ രാത്രിയായിരുന്നു KS ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. നിരോധിത സ്ഫോടക വസ്തു ഉപയോഗിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്ത് തേഞ്ഞിപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചത്. കണ്ണൂർ മോഡൽ ആക്രമണമാണ് വീടിന് നേരെ ഉണ്ടായതെന്ന് RMP സംസ്ഥാന സെക്രട്ടറി N. വേണു. യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെയും അതുപോലെ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള ചില CPM സംഘടനകളും ആലോചിച്ചുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ കൃത്യം നിർവഹിച്ചത്. ആക്രമണത്തിന് പിന്നിൽ DYFI ആണെന്ന ആരോപണം സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ് തള്ളി. ഏതായാലും ഞങ്ങൾ അറിവോടുകൂടിയല്ല, അത് ഞങ്ങൾക്ക് പറയാൻ പറ്റും, ഞങ്ങൾക്ക് ഉറച്ചു വിശ്വസിക്കാൻ പറ്റും. അങ്ങനെ ഒരു പടക്കം എറിയേണ്ട ഗതികേടൊന്നും നമ്മളെ നാട്ടിലൊക്കെ പറയലുണ്ട്, ഇന്നത് പൊളിച്ച് ഇന്നത് ജയിലിൽ പോകുമെന്ന്, അല്ലേ? അങ്ങനെ പൊളിച്ച് ജയിലിൽ പോകേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. അതേസമയം സ്ത്രീത്വത്തെ അപമാനിക്കൽ, സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി KS ഹരിഹരനെതിരെ വടകര പോലീസ് കേസെടുത്തു. മഹിളാ അസോസിയേഷൻ നൽകിയ പരാതിയിലാണ് നടപടി. നോട്ടീസ് നൽകിയ ശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഹരിഹരന് നിർദ്ദേശം നൽകും. 24 കോഴിക്കോട്. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊല്ലം ചവറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർക്ക് മർദ്ദനമേറ്റതായി പരാതി. രോഗിക്കൊപ്പം എത്തിയ ആൾ ഡോക്ടർ ജാൻസി ജെയിംസിന്റെ മുഖത്തടിച്ചെന്ന് ആരോപണം. മാവേലി എക്സ്പ്രസിൽ TTK യാത്രക്കാരന്റെ മർദ്ദനം. രാജസ്ഥാൻ സ്വദേശി വിക്രംകുമാർ മീണയ്ക്കാണ് തിരൂരിന് സമീപത്ത് വെച്ച് മർദ്ദനമേറ്റത്. മഹാരാഷ്ട്രയിലെ ഗജ്റോളിയിൽ 3 മാവോയിസ്റ്റുകളെ ഏറ്റുമുട്ടലിൽ വധിച്ചു. മഹാരാഷ്ട്ര പോലീസിലെ C60 കമാൻഡോസാണ് ഏറ്റുമുട്ടൽ നടത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന ഹേമന്ത് സോറന്റെ ആവശ്യം തള്ളി സുപ്രീംകോടതി. പ്രചാരണം മൌലികാവകാശമല്ലെന്ന് കോടതി. ലൈംഗികാതിക്രമ കേസിൽ കർണാടകയിലെ മുൻ മന്ത്രിയും JDS നേതാവുമായ HD രേവണ്ണയ്ക്ക് ജാമ്യം. കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. വാർത്തകൾ തുടരുന്നു. രാജ്യസഭയിലേക്ക് ആര്? രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കം. 2 സീറ്റിൽ ഒരെണ്ണം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് CPIയും കേരള കോൺഗ്രസും ഒരുപോലെ അവകാശമുന്നയിച്ചു. പരസ്യ പ്രതികരണം നടത്തി മുന്നണിയെ പ്രതിസന്ധിയിലാക്കേണ്ടതെന്നാണ് ഇരു പാർട്ടികളുടെയും നിലപാട്. സീറ്റിനു വേണ്ടി ആരും ആവശ്യമുന്നയിച്ചിട്ടില്ലെന്നും കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നും ഇടതുമുന്നണി നേതൃത്വം വ്യക്തമാക്കി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കേരള കോൺഗ്രസ് അധ്യക്ഷൻ ജോസ് കെ മാണിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമുമാണ് ജൂലൈ 1 തീയതി രാജ്യസഭാ സീറ്റ് ഒഴിയുന്നത്. നിലവിലെ നിയമസഭയിലെ അംഗബലമനുസരിച്ച് 2 സീറ്റുകളിലാണ് ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയുന്നത്. ഇതിൽ ഒരു സീറ്റ് ഏറ്റെടുക്കാൻ CPIM തീരുമാനിച്ചിട്ടുണ്ട്. M. സ്വരാജ് അടക്കമുള്ളവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. ജയിക്കാൻ കഴിയുന്ന മറ്റൊരു സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇടതുമുന്നണിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ബിനോയ് വിശ്വം ഒഴിയുമ്പോൾ ആ സീറ്റ് തങ്ങൾക്ക് തന്നെ അവകാശപ്പെട്ടതാണെന്നാണ് CPIയുടെ വാദം. ഇടതുമുന്നണി യോഗത്തിൽ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടാനും പാർട്ടി നേതൃത്വം തീരുമാനിച്ചു. വിവാദങ്ങൾക്കില്ലെന്നും പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. ആ സീറ്റ് LDFിൽ CPIയുടെ സീറ്റാണ്, ആ CPIക്ക് ലഭിക്കണം. അതേപ്പറ്റി വിവാദമുണ്ടാക്കാൻ ബഹളം വയ്ക്കാൻ ഞങ്ങളില്ല. കേരള കോൺഗ്രസിന്റെ നിലപാട് മുന്നണി യോഗത്തിൽ പറയുമെന്നും പരസ്യമായി ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെന്നും ജോസ് കെ മാണിയും പറഞ്ഞു. പാർട്ടിക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ട്, വ്യക്തമായ ഒരു ധാരണയുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അത് LDFിലാണ്, അത് പബ്ലിക്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. രാജ്യസഭാ സീറ്റ് വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്ന് വിശദീകരിച്ച LDF നേതൃത്വം വിഷയം രമ്യമായി പരിഹരിക്കാനുള്ള നീക്കം ആരംഭിച്ചതായാണ് സൂചന. 24 തിരുവനന്തപുരം. വെല്ലുവിളിയില്ലാതെ തിരുവനന്തപുരം മേഖല.
CBSE 10ാം ക്ലാസ് +2 പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 10ാം ക്ലാസ്സിൽ 93.6% പേരും +2വിന് 87.98% പേരും വിജയിച്ചു. വിജയ ശതമാനത്തിൽ തിരുവനന്തപുരം മേഖലയാണ് ഒന്നാം സ്ഥാനത്ത്. CBSE 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ 93.6% പേരും വിജയിച്ചു. വിജയ ശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തെക്കാൾ 0.48% വർധനയുണ്ട്. പരീക്ഷ എഴുതിയ 99.75% പേരും ജയിച്ച തിരുവനന്തപുരം മേഖലയാണ് മുന്നിൽ. +2 പരീക്ഷയിൽ 87.98% വിജയ ശതമാനം. മേഖലകളിൽ 99.91% വിജയം നേടിയ തിരുവനന്തപുരമാണ് +2 ഫലത്തിലും ഒന്നാമത്. വിജയവാഡ 2ഉം ചെന്നൈ 3ഉം സ്ഥാനത്തുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാൾ വിജയ ശതമാനത്തിൽ 0.65 വർധനവാണ് ഉണ്ടായത്. ഈ വർഷവും പെൺകുട്ടികൾ ആൺകുട്ടികളെ പിന്നിലാക്കി. പെൺകുട്ടികളുടെ വിജയ ശതമാനം 91.52%, ആൺകുട്ടികളുടേത് 85.12%. മികച്ച രീതിയിൽ പരീക്ഷ പൂർത്തിയാക്കാനും സമയക്രമം അനുസരിച്ച് ഫലം പ്രഖ്യാപിക്കാനും കഴിഞ്ഞെന്നും CBSE അറിയിച്ചു. 24 ഡൽഹി. +1ന് അധിക ബാച്ച് അനുവദിക്കില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. +1 പ്രവേശനത്തിന് പ്രതിസന്ധി ഉണ്ടെന്ന പ്രചാരണം രാഷ്ട്രീയ പ്രേരിതമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. +1 സീറ്റ് ഒരു പ്രതിസന്ധിയില്ല. SSLC പാസ്സായ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അത് ഉറപ്പ് നൽകും. ബാക്കിയുള്ള പ്രതിഷേധവും ആരോപണവും ഒക്കെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. അതൊന്നും ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അതിലൊക്കെ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ബാച്ചിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ തൽക്കാലം കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഈ ഗവൺമെൻറ് കഴിഞ്ഞ വർഷവും ചെയ്ത് ഈ വർഷവും ചെയ്യും. വീണ്ടും ചില വാർത്തകൾ ചുരുക്കത്തിൽ. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ബിജു വട്ടപ്പാറ അന്തരിച്ചു. സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ കല്യാണത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്ത സംഭവം അന്വേഷിക്കാൻ കോൺഗ്രസ് 2-അംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് സംസ്ഥാന നേതൃത്വം. മലപ്പുറം നിലമ്പൂരിൽ കാട്ടുപന്നി ഇടിച്ചു നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. ചോക്കാട് സ്വദേശിനി ലിൻഡു, ചൂക്കോട്ടുവാഴം സ്വദേശിനി വിസ്മയ എന്നിവർക്കാണ് പരിക്കേറ്റത്. നാടൻപാട്ട് കലാകാരൻ രതീഷ് തിരുവരങ്കൻ വാഹനാപകടത്തിൽ മരിച്ചു. പാലക്കാട് കുളപ്പുള്ളി ചുവന്ന ഗേറ്റിൽ ടാങ്കർ ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 3-ന് എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനാകും. പുതുവൈപ്പ് ബീച്ചിലുണ്ടായ അപകടത്തിൽ മരണം 3 ചികിത്സയിലായിരുന്ന 2 പേർ കൂടി മരിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക്. മലപ്പുറം പൊന്നാനിയിൽ 2 മത്സ്യത്തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ കപ്പൽ കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലെത്തിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിലുള്ള സാഗർ യുവരാജ് എന്ന കപ്പലാണ് വെല്ലിംഗ്ടൺ ഐലൻഡിൽ എത്തിച്ചത്. ഇന്നു പുലർച്ചെ പൊന്നാനിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ച സംഭവമുണ്ടായത്. ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സാഗർ യുവരാജ് എന്ന ചരക്ക് കപ്പലാണ് അപകടമുണ്ടാക്കിയത്. കപ്പൽച്ചാലിൽ നിന്ന് മാറി സഞ്ചരിച്ച ചരക്ക് കപ്പൽ മത്സ്യബന്ധന ബോട്ടിൽ വന്നിടിക്കുകയായിരുന്നു. കപ്പലിലുണ്ടായിരുന്ന 6 മത്സ്യത്തൊഴിലാളികളിൽ 4 പേർ രക്ഷപ്പെട്ടു. അപകടത്തിൽ ബോട്ട് 2ആയി പിളർന്നു. ഈ കേസിലാണ് കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്ത കപ്പൽ ഇന്ന് വൈകിട്ട് കൊച്ചിയിലെത്തിച്ചത്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ബെർത്തിലെത്തിച്ച കപ്പൽ നാളെ മർക്കന്റൈൽ മറൈൻ വിഭാഗം പരിശോധിക്കും. നിലവിൽ അലക്ഷ്യമായി കപ്പലോടിച്ചതിനും ജീവഹാനി വരുത്തിയതിനും കോസ്റ്റൽ പോലീസ് കപ്പലിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ കേസ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസിന് കൈമാറും. 24 കൊച്ചി. തിരുവനന്തപുരം കരമനയിൽ യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഴുവൻ പ്രതികളും പിടിയിൽ. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേർ ഉൾപ്പെടെ 8 പേരെയും റിമാൻഡ് ചെയ്തു. പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്തും. കരമന സ്വദേശി അഖിലിനെ കമ്പിവടി ഉപയോഗിച്ച് തലക്കടിച്ചും കല്ലെറിഞ്ഞും കൊലപ്പെടുത്തിയ വിനീത് രാജ്, അപ്പു എന്ന അഖിൽ, സുമേഷ് എന്നിവരാണ് കേസിലെ 1, 2, 3 പ്രതികൾ. ഇവരിൽ അഖിലിനെ തമിഴ്നാട്ടിൽ നിന്നും മറ്റു 2 പേരെ തിരുവനന്തപുരത്തു നിന്നുമാണ് പിടികൂടിയത്. കിരൺ കൃഷ്ണ, ഹരിലാൽ, കിരൺ എന്നിവർ പ്രതികൾക്ക് സഹായം ചെയ്തു നൽകുകയും ഗൂഢാലോചനയിൽ പങ്കെടുക്കുകയും ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. അരശമൂട് സ്വദേശികളായ അഭിലാഷ്, അരുൺ ബാബു എന്നിവരും പ്രതിപ്പട്ടികയിലുണ്ട്. 14 ദിവസത്തേക്കാണ് മുഴുവൻ പ്രതികളെയും തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി
റിമാൻഡ് ചെയ്തത്. പ്രതികൾക്കായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത് തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് നീക്കം. 4 വർഷം മുമ്പ് നടന്ന കരമന അനന്തു കൊലപാതകത്തിലെ കോടതി നടപടികൾക്കായി നെടുമങ്ങാട് കോടതിയിൽ ഹാജരായി തിരികെ വരുമ്പോഴായിരുന്നു അഖിലിനെ കൊലപ്പെടുത്തിയത്. പാപ്പനംകോട്ടെ ബാറിലെ സംഘർഷത്തിന് പിന്നാലെ പ്രതികൾ അഖിലിനെ കൊലപ്പെടുത്താൻ ആസൂത്രണം നടത്തിയെന്നാണ് പോലീസ് നിഗമനം. 24 തിരുവനന്തപുരം. കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തവും 10 വർഷം തടവും ശിക്ഷ, 2.25 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. വിധിയിൽ സംതൃപ്തിയെന്ന് പ്രോസിക്യൂഷനും വിഷ്ണുപ്രിയയുടെ കുടുംബവും പ്രതികരിച്ചു. ജീവപര്യന്തം കിട്ടിയത് സന്തോഷം. ഇനിയൊന്ന് തിരിച്ചു വന്ന് കാണാനാവില്ല വിഷമം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. കോടതി വിധിക്ക് പിന്നാലെ നിറകണ്ണുകളോടെ വൈകാരികമായി പ്രതികരിച്ച് വിഷ്ണുപ്രിയയുടെ സഹോദരി വിപിന പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത് 2 കുറ്റങ്ങൾ. കൊലക്കുറ്റത്തിന് ജീവപര്യന്തം കഠിന തടവ്, വീട്ടിൽ അതിക്രമിച്ചു കിടക്കലിന് 10 വർഷം തടവ്, 2 കുറ്റങ്ങൾക്കുമായി 2.25 ലക്ഷം രൂപ പിഴയും ശിക്ഷ. തടവ് ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നാണ് വിധി. ശിക്ഷാവിധിയിൽ സംതൃപ്തിയെന്ന് പ്രോസിക്യൂഷൻ. ഇതൊരു സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. ഏതായാലും ആ ഒരു നല്ലൊരു സന്ദേശം തന്നെ സമൂഹത്തിന് കോടതി നൽകിയിട്ടുണ്ട്. 302 വകുപ്പ് പ്രകാരം ലൈഫാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു വീട്ടിൽ കയറി ഇത്ര വലിയ ക്രൂരമായ കൃത്യം ചെയ്ത നിലയിൽ IPC 449 പ്രകാരം 10 വർഷവും തടവ് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ പിഴയുമുണ്ട്. 2022 ഒക്ടോബർ 22-നായിരുന്നു നാടിനെ നടുക്കിയ നിഷ്ഠൂര കൊല. പ്രണയപ്പകയെ തുടർന്ന് പാനൂർ വള്ളിയായി സ്വദേശിനി വിഷ്ണുപ്രിയയെ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് പ്രതി ശ്യാംജിത്ത് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. നേരിട്ടുള്ള ദൃക്സാക്ഷികൾ ഇല്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളെയും സാഹചര്യ തെളിവുകളെയുമാണ് പ്രോസിക്യൂഷൻ ആശ്രയിച്ചത്. 24 കണ്ണൂർ. വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് 2 വർഷമായി കിടപ്പിലാണ് എറണാകുളം ഗാന്ധിനഗർ സ്വദേശി വർഗീസ്. ചികിത്സയ്ക്കുള്ള പണം, കുടുംബത്തിന്റെ നിത്യച്ചെലവ് തുടങ്ങി പ്രതിസന്ധികളേറെയാണ്. സുമനസ്സുകളുടെ സഹായമില്ലാതെ ഒരടി മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു വർഗീസ്. 2 വർഷം മുമ്പ് നടന്ന വാഹനാപകടത്തിൽ നട്ടെല്ലിനും കൈകാലുകൾക്കുമേറ്റ പരിക്ക് വർഗീസിനെ കട്ടിലിൽ തളച്ചു. ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയായി. ഡോക്ടർ മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഫിസിയോ ചെയ്യണം, ഫിസിയോ ചെയ്താൽ എന്തെങ്കിലും ഒന്ന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്നുള്ളത് ആണ് പറഞ്ഞേക്കണത്. അപ്പോൾ അങ്ങനെ ഫിസിയോ ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ തന്നെ നിൽക്കണം. ഫിസിയോ ചെയ്യാനും പിടിക്കാനൊക്കെ യാതൊരു നിർവാഹവുമില്ല. ഇവിടുത്തെ അയൽവക്കക്കാർ, സിസ്റ്റർമാർ, പള്ളിയിലുള്ള ആൾക്കാരുടെയൊക്കെ സഹായ സഹകരണങ്ങളെ അങ്ങനെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കണം. ഭാര്യ അജിക്ക് ലഭിക്കുന്ന തുച്ഛമായ വരുമാനമാണ് ഇന്ന് ഈ കുടുംബത്തിന്റെ ജീവിതമാർഗം. ചിലപ്പോൾ നമ്മളിതിന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പറഞ്ഞു കടിച്ചിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണിൻ്റെ ഇവിടെ, മൂക്കിൻ്റെ അകത്ത്, ചെവിയുടെ അകത്തൊക്കെ ഇപ്പം പുള്ളിക്ക് പറ്റില്ല. കാരണം കൈകാലും പുള്ളിക്ക് ഒരു കൊതുക് വന്നാൽ പോലും പുള്ളിക്ക് ഇന്ന് അടിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് എഴുതി തന്നേക്കണം. പൈസ ഇല്ലാഞ്ഞുകൊണ്ട് പകുതി വാങ്ങിച്ചിട്ടാണ് പോകുന്നത്, 1500 രൂപ. പിന്നെ ഇപ്പോൾ അടുത്തതും കൂടി മേടിച്ചത്. ഇനി ഈ മാസം കഴിയുമ്പോൾ പോകണമെങ്കിൽ 3000 രൂപയെങ്കിലും മരുന്ന് മാത്രം 3000 രൂപ മരുന്നാവും. വർഗീസിന്റെ തുടർ ചികിത്സ, മകളുടെ പഠനം, സ്വന്തമായൊരു വീട്. വർഗീസിനും കുടുംബത്തിനും മുന്നിൽ കടമ്പകൾ ഒരുപാടുണ്ട്. കൈത്താങ്ങാകാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണിവർ. കൊച്ചി. അക്ഷയ തൃതീയ ദിനത്തിലെ സ്വർണ്ണ വിൽപ്പനയിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് മികച്ച നേട്ടം. 1361 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് വിൽപ്പന നടത്തിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 39% വർധനയാണ് രേഖപ്പെടുത്തിയത്. നിയമാനുസൃതമായ ഉറവിടങ്ങളിൽ നിന്ന് ഖനനം ചെയ്യുന്ന സ്വർണ്ണമാണ് ആഭരണമായി മാറ്റുന്നതെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് അറിയിച്ചു.
സൂര്യദേവ് അലോയ് ആൻഡ് പവർ കമ്പനി തുരുമ്പെടുത്ത് നശിക്കാത്ത FE550D CRS TMT സ്റ്റീൽ കമ്പികൾ പുറത്തിറക്കി. ഉയർന്ന ഗുണനിലവാരത്തിനുള്ള വിവിധ സർട്ടിഫിക്കേഷനുകൾ ലഭിച്ചിട്ടുണ്ട്. സ്റ്റീൽ നിർമ്മാണത്തിൽ കാർബണിന്റെ അംശം നീക്കം ചെയ്യുന്നതിനായി IIT മദ്രാസുമായി ചേർന്ന് കമ്പനി പഠനം നടത്തുകയാണ്. വൈവിധ്യമാർന്ന ഇന്റർമീഡിയറ്റ് ഫിനിഷ്ഡ് സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന സ്റ്റീലിന്റെ ആവശ്യകത നിറവേറ്റാൻ സജ്ജമാണെന്ന് സൂര്യദേവ് അലോയ് ആൻഡ് പവർ കമ്പനി അധികൃതർ അറിയിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.